മലങ്കര സഭാ തർക്ക വിഷയത്തിൽ ആലുവ റൂറൽ എസ്.പിക്ക് 8-ന് നേരിട്ട് ഹാജരാകണമെന്ന ഹൈക്കോടതി നിർദ്ദേശം. പള്ളി എന്തുകൊണ്ട് കൈവശത്തിലെടുത്തുകൂടാതെന്ന് പോലീസിനോട് കോടതി ചോദിച്ചു. പുളിന്താനം പള്ളിയുടെ താക്കോലിന്ന് ഹാജരാക്കണമെന്ന ഉത്തരവ് ട്രസ്റ്റി പാലിച്ചിരുന്നില്ല. കൂടുതൽ വിശദാംശങ്ങളുമായി ജോൺ ലോറൻസ് ചേരുന്നുണ്ട്. ജോൺ ലോറൻസ്, ഈ മലങ്കര സഭാ തർക്ക വിഷയത്തിൽ ഇപ്പോൾ ആലുവ റൂറൽ എസ്.പി 8-ന് നേരിട്ട് ഹാജരാകണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പുളിന്താനം പള്ളിയുടെ താക്കോൽ, അതായത് സഭാതർക്കം നിലനിൽക്കുന്ന പുളിന്താനം, അതുപോലെ മഴുവന്നൂർ, ഓടക്കാലി അടക്കം ഒരു 10 പള്ളികളിൽ സഭാതർക്കം നിലനിൽക്കുന്നുണ്ട്. ഈ പള്ളികളിലെല്ലാം തന്നെ പള്ളിയുടെ നിയന്ത്രണം അല്ലെങ്കിൽ പള്ളിയുടെ അധികാരം ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറണം. സുപ്രീം കോടതി വിധി അനുസരിച്ച് ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറണമെന്ന ഒരു ഉത്തരവ്, സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് ഈ കഴിഞ്ഞ ഏപ്രിൽ 10-ാം തീയതി ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ ഉത്തരവ് പോലീസ് ഈ ഉത്തരവിന് ശേഷം വിധി നടത്തിപ്പിൻ്റെ ഭാഗമായിട്ട് പോലീസ് പള്ളികളിലെത്തിയെങ്കിലും വിധി നടപ്പാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതേ തുടർന്ന് കോടതിയലക്ഷ്യ ഹർജികൾ ഹൈക്കോടതിയിൽ വന്നിട്ടുണ്ട്. ഈ കോടതിയലക്ഷ്യ ഹർജികളെല്ലാം തന്നെ ഹൈക്കോടതി പരിഗണിക്കുമ്പോഴെല്ലാം തന്നെ വിധി ഉടൻ നടപ്പാക്കാം. ചില അസൗകര്യങ്ങളുണ്ട്. രക്തച്ചൊരിച്ചിലിന് സാധ്യതയുണ്ട്. രക്തപ്പുഴ ഒഴുകും. വലിയ രീതിയിലുള്ള പ്രതിരോധം, ഈ യാക്കോബായ വിഭാഗത്തിൻ്റെ പ്രതിരോധം ഈ പള്ളികളിലെല്ലാം നടക്കുന്നുണ്ട് എന്ന് ഈ പോലീസ് മേധാവികൾ, ജില്ലാ പോലീസ് മേധാവി ഹൈക്കോടതിയെ അറിയിച്ചത്. ഇതേ തുടർന്ന് ഈ കോടതി വിധി നടപ്പാക്കാത്ത സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന ഈ അലംഭാവം അല്ലെങ്കിൽ ബോധപൂർവമായ വീഴ്ചയാണോ എന്ന് കോടതിക്ക് ഒരു സംശയം ഉണ്ടായതിൻ്റെ പേരിൽ കഴിഞ്ഞ ആഴ്ച കേസെടുത്തപ്പോൾ പുളിന്താനം സെൻറ്റ് ജോൺസ് പള്ളിയുടെ കേസാണ് കഴിഞ്ഞ ആഴ്ച ജസ്റ്റിസ് അനു ശിവരാമൻ പരിഗണിച്ചത്. അത് കോടതിയലക്ഷ്യ ഹർജിയായിരുന്നു. ആ കോടതിയലക്ഷ്യ ഹർജി പരിഗണിച്ചപ്പോൾ കോടതി ഒരു പരാമർശം നടത്തിയിരുന്നു. ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. കോടതി ഉത്തരവ് നടപ്പാക്കാൻ പറഞ്ഞിട്ട് അത് പാലിക്കുന്നില്ല സർക്കാർ. അതുകൊണ്ട് ക്ഷമിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട് എന്നുള്ള ഒരു പരാമർശം നടത്തിയതിന് പിന്നാലെ പള്ളിയുടെ ട്രസ്റ്റി കോടതിയിൽ ഹാജരായിരുന്നു. ഈ ട്രസ്റ്റിയോട് താക്കോൽ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് കോടതി ചോദിച്ചു. കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ അടുത്ത സിറ്റിങ്ങിൽ, അതായത് ഇന്ന് കോടതിയിൽ ഈ താക്കോൽ നേരിട്ട് ഹാജരാക്കാൻ ട്രസ്റ്റിയോട് കോടതി നിർദ്ദേശിച്ചു. അതോടൊപ്പം തന്നെ ഈ താക്കോൽ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാക്കാൻ സർക്കിൾ ഇൻസ്പെക്ടർക്കും കോടതി നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇന്ന് പള്ളിയുടെ ട്രസ്റ്റി ജോബിൻ, അദ്ദേഹം ഈ താക്കോൽ കോടതിയുടെ ഉത്തരവ് പ്രകാരമുള്ള കഴിഞ്ഞ ആഴ്ചത്തെ ഉത്തരവ് പ്രകാരമുള്ള ഉത്തരവ് പ്രകാരം താക്കോൽ ഈ ട്രസ്റ്റി ഹാജരാക്കിയില്ല. ഈ താക്കോൽ ഹാജരാക്കുന്നതിന് ഒരു തടസ്സം എന്നുള്ള നിലയിൽ ഈ കോടതിയുടെ ഉത്തരവ് പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി ഈ ട്രസ്റ്റി കോടതിയിൽ നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഹർജി ഇന്ന് കോടതിയുടെ പരിഗണനയിലുണ്ട്. അത് കോടതി പരിഗണിച്ചു. ഇതെല്ലാം പരിഗണിച്ചതിന് ശേഷമാണ് കോടതി ഇന്ന് ആലുവ റൂറൽ എസ്.പിയോട് ഈ മാസം 8-ാം തീയതി കോടതിയിൽ നേരിട്ട് ഹാജരാവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേസ് ഇന്ന് പരിഗണിച്ചപ്പോൾ കോടതി പോലീസിനോട് ഒരു ചോദ്യം ചോദിച്ചു. എന്തുകൊണ്ടാണ് ഈ ഉത്തരവ് നടപ്പാക്കാൻ കഴിയാത്ത ഈ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ പള്ളി കൈവശത്തിലെടുക്കാൻ എന്താണ് തടസ്സം എന്ന് കോടതി പോലീസിനോട് ആരാഞ്ഞു. ഏതായാലും എന്താണ് ഈ തടസ്സം, എന്താണ് ഈ പള്ളിയുടെ താക്കോൽ പള്ളി കൈവശത്തിലെടുക്കാൻ, അതായത് കോടതി ഉത്തരവ് പ്രകാരം ഈ പള്ളി കൈവശത്തിലെടുക്കാൻ എന്താണ് തടസ്സം എന്ന് ഈ ആലുവ റൂറൽ എസ്.പി 8-ാം തീയതി വന്ന് നേരിട്ട് വിശദീകരിക്കണമെന്നാണ് ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് 2 പള്ളികൾ, അതായത് മഴുവന്നൂർ, ഓടക്കാലി പള്ളികളും ഈ ഓർത്തഡോക്സ് പക്ഷത്തിൻ്റെ ഹർജികളിൽ അവർക്ക് കൈമാറണമെന്ന് കോടതിയുടെ മുൻ ഉത്തരവുണ്ട്. ഈ കോടതിയലക്ഷ്യ ഹർജികളും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയുണ്ടായി. ഏതായാലും കോടതി ഇപ്പോൾ പുളിന്താനം പള്ളിയുടെ കാര്യത്തിലാണ് ഇപ്പോൾ കോടതി നിർദ്ദേശം പറഞ്ഞിരിക്കുന്നത്. ഈ മാസം 8-ന്, അതായത് അടുത്ത ആഴ്ച റൂറൽ എസ്.പി നേരിട്ട് കോടതിയിൽ ഹാജരായി ഇക്കാര്യങ്ങൾ വിശദീകരിക്കണം. മറ്റ് കേസുകൾ അതിനുശേഷം പരിഗണിക്കാമെന്നാണ് ഇപ്പോൾ ജസ്റ്റിസ് അനു ശിവരാമൻ പോലീസിനോടും അതുപോലെ എതിർകക്ഷികളായ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങളോടും അറിയിച്ചിരിക്കുന്നത്.